കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികൾക്ക് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 23 പേരുടെയും മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചു. ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരടക്കമുള്ളവർ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം അന്തിമോപചാരം അർപ്പിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ 23 പേരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസുകളിൽ 23 ആംബുലൻസുകൾ തയ്യാറാക്കേണ്ട 23 ആംബുലൻസുകളിലായി അതാത് നാടുകളിലേക്ക്, ജന്മനാടുകളിലേക്ക് എത്തിക്കും. ഒപ്പം തന്നെ 7 തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള നടപടികളും സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടുണ്ട്. തമിഴ്നാടിൻ്റെ പ്രതിനിധിയായി തമിഴ്നാട് മന്ത്രിയും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രിമാർ, കേന്ദ്ര സഹമന്ത്രി അടക്കം, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഈ നെടുമ്പാശ്ശേരി കാർഗോ ടെർമിനലിന് മുന്നിൽ മരിച്ച 23 മലയാളികൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന തത്സമയ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 10:30 കുവൈറ്റിൽ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ 45 മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. അതിൽ 31 മൃതദേഹങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിൽ കാർഗോ ടെർമിനലിന് മുന്നിലേക്ക് പുറത്തേക്ക് കൊണ്ടുവന്നത്. 23 ഇപ്പോൾ മുഖ്യമന്ത്രി അന്തിമോപചാരം അർപ്പിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടിനു വേണ്ടി, കുടുംബത്തിനു വേണ്ടി പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത പ്രിയപ്പെട്ട മലയാളി സഹോദരങ്ങൾക്കായി ഒരു നാട് വിതുമ്പുകയാണ്. രാജ്യം കണ്ടിട്ടില്ലാത്ത, കേരളം കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്ത കാഴ്ച. കുവൈറ്റിൽ തീപിടുത്തമുണ്ടായി 50 പേർ മരിച്ചു. 49 പേരായിരുന്നു ഇന്നലെ മരിച്ച കണക്കുകൾ പുറത്ത്. ഇന്ന് ചികിത്സയിലിരുന്ന ഒരാൾ കൂടി മരിക്കുകയും ചെയ്തു. മൊത്തം 57 പേരാണ് നിലവിൽ അവിടെ ചികിത്സയിലുണ്ടായിരുന്നത്. അതിൽ 12 പേരെ ഡിസ്ചാർജ് ചെയ്തു എന്നുള്ള ആശ്വാസകരമായ വാർത്ത കൂടി വരികയും ചെയ്യുന്നുണ്ട്. 2 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, 2 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യവും നോർക്ക അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഒരു നാട്. മരിച്ചവരുടെ ബന്ധുക്കൾ, അവരുടെ ഉറ്റവർ, സുഹൃത്തുക്കൾ, സഹപാഠികളെല്ലാം തന്നെ ആ പ്രിയപ്പെട്ടവരുടെ വേദനയിൽ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ വേദനയിലാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന് വേണ്ടി അന്തിമോപചാരം അർപ്പിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യം, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്ത കാഴ്ച. നാടിൻ്റെ സംഭാവനയ്ക്കായി പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത അവരുടെ പ്രതീക്ഷകളെ, സ്വപ്നങ്ങളെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഉണ്ടാക്കിയ ആ ദുരന്തത്തിൻ്റെ കാരണക്കാരായവർ ആരായാൽ തന്നെയും അത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അല്പം മുമ്പ് പറയുകയും ചെയ്തത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, LDF കൺവീനർ EP ജയരാജൻ, മന്ത്രിമാരായ P രാജീവ്, വീണ ജോർജ്, ഒപ്പം റോഷി അഗസ്റ്റിൻ, K രാജൻ അടക്കമുള്ളവർ അവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ